സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് ഇപ്പൊ ഈ 50,000 കൊടുത്ത് വേദനർന്നാൽ? അല്ലേ, നമ്മുടെ ഉലമാക്കൾ വയലു പറഞ്ഞു പഠിപ്പിച്ച പലതുമുണ്ട്. ആ ഉലമാക്കൾ ആയത്തോതി വയലു പറയാറുണ്ട്, ആ ഉലമാക്കൾ ഹദീസോതി വയലു പറയാറുണ്ട്, ആ ഉലമാക്കൾ പാട്ടുപാടി വയലു പറഞ്ഞു തരാറുണ്ട്. ആ പാട്ട് പട്ടുറുമാലിലെ പാട്ടുകളല്ല, ആ പാട്ട് സിനിമാ സീരിയലുകളെ പാട്ടുകളല്ല. മനസ്സിൽ പറക്കുന്ന ആത്മീയമായ പ്രഭാഷണം പണ്ട് കാലങ്ങളിൽ ഉലമാക്കൾ പറഞ്ഞു തന്നത് അതേ മഹാനായ തഴമ മൗലവിയുടെ പാട്ടുകളില്ലോ. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ, മെത്തക്ക് പകരം മാളമാ സുബ്ഹാന എന്നും അതിൽ കിടക്കേണ്ടതാണ് ജുമാന. എത്രയെത്ര പാട്ടുകളിലൂടെ, എത്രയെത്ര വയലുകളിലൂടെ, എത്രയെത്ര ഹദീസുകളിലൂടെ, ആയത്തുകളിലൂടെ, കഥകളിലൂടെ ഈ സമുദായത്തിൽ ശംസുൽ ഉലമ വയലു പറഞ്ഞു. അതുപോലെ കന്നിയത്ത് ഉസ്താദ് വയലു പറഞ്ഞു, പേരോട് ഉസ്താദ്, കാന്തപുരം ഉസ്താദ് അടക്കമുള്ള ഉലമാക്കൾ വയലു പറയുന്നു. ഈ 50,000 മഹർ പറഞ്ഞ വയലിന്റെ പവർ എന്താ? പട്ടുറുമാലിന് വേറെ CD വാങ്ങണ്ട, അതന്നെ. ആ 50,000 വേളെന്താണ്? സുഹൃത്തുക്കളെ നോക്കൂ നിങ്ങൾ, പട്ടുറുമാല് പാടില്ല എന്ന് പറയാൻ പട്ടുറുമാല് പാടിക്കേൽപ്പിച്ചു കൊടുക്കുക. ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണേ, എന്നാലും അവളിന്നെന്റെ സുന്ദരിയാണ്, 14 രാവുദിക്കും പോലൊരു ചിരിയാണേ, പടിവാതിൽ ചാരിയെന്ന് നോക്കും പെണ്ണാണേ, പതിവപ്പൂ മിഴിയുള്ളോളവൾ പാവം പെണ്ണാണേ, സ്വർഗപ്പൂമല്ലേ നീ എന്റെ കൽവിനുളിവനേ. ഇതാണ് 50,000 വയല്. ഇത് തഴവ മൗലവിയുടെ പാട്ടല്ല സുഹൃത്തുക്കളെ, ഇത് ശുജാഇ മൈലിക് മുസ്ലിയാരുടെ പാട്ടല്ല, ആത്മീയ നിറവുള്ള ഉലമാക്കൾ രചിച്ച ആശയപരമായ ഗാനങ്ങളല്ല. അതാണ് കണ്ണൂർ സീനത്ത് പറഞ്ഞത്, നൗഷാദ് ബാക്കഫി പാട്ടുകാരുണ്ടായി, ഞാൻ പാടിക്കോളാം. ഇതാണ് ദീന്. എന്നാൽ ഇതിനാണ് 50,000 അല്ലേ? പിന്നെ കാന്തപുരം ഉസ്താദിന്റെ ഒരു കുഴപ്പം, പണ്ഡിത വേഷം ധരിച്ചതാണ്. അതല്ലേ ധരിക്കണ്ടേ? പണ്ഡിത വേഷം എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷമല്ല. പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേഷനിൽ അവർക്കൊരു യൂണിഫോം ഉണ്ട്, വീട്ടിലെത്തിയാൽ ഒരു മഫ്തി വേഷമുണ്ട്. അതല്ലല്ലോ പണ്ഡിത വേഷം. എന്നാൽ പണ്ഡിത വേഷം ധരിച്ചതിന്റെ പേരിൽ കാന്തപുരം ഉസ്താദിനെ കല്ലെറിയുന്ന നിങ്ങൾക്ക് പണ്ഡിത വേഷം എന്നത് തൊഴിലിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് വയലിന് സ്റ്റേജിൽ കയറുമ്പോ ഉള്ള തട്ടവും ടൂറിന് പോകുമ്പോ കാണാത്തത്. ആ നൗഷാദ് ബാക്ക് തന്നെയാണ് നിങ്ങൾ കാണുക. ഇനി താഴെ നോക്കൂ നിങ്ങളോ, ഇത് മറ്റൊരു വേഷമാണ്. ചോദിക്കട്ടെ, ഇത് അന്യ സ്ത്രീകളാണെങ്കിൽ ആ സ്ത്രീകളുമായി ഫോട്ടോ എടുത്താൽ അത് ഇസ്ലാമിൽ എവിടെ വെക്കും? ഇനിയും ചോദിക്കട്ടെ, അത് നിങ്ങൾക്ക് വിവാഹബന്ധം ഹറാമായ ബന്ധുക്കളാണെങ്കിൽ ആ ബന്ധുക്കളുടെ ഫോട്ടോ എടുത്ത് വാട്സപ്പുകളിലൂടെ പ്രചരിപ്പിക്കുന്നതിന്റെ മതവിധി എന്താണ്? കാന്തപുരം ഉസ്താദിനെ കല്ലെറിയുന്നതിന്റെ മുമ്പ്, മലർന്നു കിടന്ന് മേപ്പോട്ട് കൊന്നതിന്റെ മുമ്പ് ഒരു ദിവസം ആലോചിക്കുക. ഇപ്പൊ പാട്ടുപാട് മാത്രല്ല, മദ്ദളവും മ്യൂസിക്കുമുള്ള പാട്ടിന്റെ പ്രകാശനം ചെയ്യുന്ന ബർക്കത്താക്കപ്പെട്ട കർമ്മങ്ങളിലേക്ക് ഇനി ഖിയാമത്ത് നാളിന് എത്ര ദൂരമുണ്ടെന്ന് മുസ്ലിമീങ്ങൾ ആലോചിച്ചാൽ മതി. സുഹൃത്തുക്കളെ, ഇതാണ് കാന്തപുരം ഉസ്താദിനെ കല്ലെറിയുന്നവർ ഈ സമുദായത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ.